ഇവിടെ ഒരു കൊച്ചുകുട്ടിക്ക് പഴയ മോഡലിലുള്ള ഒരു റോബോയെ കിട്ടുന്നു. അത് വളരെയധികം അഴുക്കും ചെളിയും നിറഞ്ഞിരിക്കുന്നു. അവൻ ആ റോബോയെ ചാർജ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്നു. ഓണായ റോബോ ആ കുട്ടി ഏത് വശത്തേക്കാണോ തലചരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നു. അപ്പോഴാണ് അതിനെ റിപ്പയർ ചെയ്ത ലേഡി ഇതൊരു പഴയ മോഡൽ റോബോയാണ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ റോബോയും ചെയ്യുമെന്ന് പറയുന്നു. എന്നാലും ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി അവന് കൊടുക്കുന്നു. അതിനുശേഷം അവൻ ആ റോബോയെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നു. അതിന് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടീസും കൊടുക്കുന്നു. അടുത്ത ദിവസം അവനും അവന്റെ അച്ഛനും എന്തോ ആവശ്യത്തിനായി റോബോട്ട്സിനെ വെച്ച് ബോക്സിംഗ് ചെയ്യിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വന്ന റോബോട്ട്സിനെ എല്ലാം കണ്ട് നമ്മുടെ റോബോയെയും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാമെന്ന് അവൻ പറയുന്നു. പക്ഷെ അത് കേട്ട അച്ഛൻ ഇതൊരു പഴയ മോഡൽ റോബോയാണ്, ഇതിന് ന്യൂ മോഡൽ റോബോട്ട്സിനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. പക്ഷെ അവൻ വളരെ കോൺഫിഡന്റ് ആയി പറ്റുമെന്ന് പറയുന്നു. അതുകൊണ്ട് അവന് റോബോ ബോക്സിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി അച്ഛൻ അവനെ ലോക്കലായി നടക്കുന്ന ഒരു മാച്ചിന് കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആരും തോൽപ്പിക്കാത്ത ഒരു റോബോയെ അവൻ തോൽപ്പിക്കുന്നു. അതുകൊണ്ട് ആ റോബോ ക്രാഷ് ആയി സ്വയമേ ഇടിച്ചുകൊണ്ട് തറയിലേക്ക് വീഴുന്നു. ഇവന്റെ റോബോ ജയിച്ചത് മുതൽ ഇവന് ഒത്തിരി മാച്ച് ഓഫേഴ്സ് വരുന്നു. അതിനെല്ലാം റോബോയെ പങ്കെടുപ്പിച്ച് വിൻ ചെയ്ത് ഇവർ ഒത്തിരി ക്യാഷ് ഉണ്ടാക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.